നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പ്രൗഢ ഗംഭീരമായ സദസ്സിലാണ് UDF സർക്കാർ അധികാരമേൽക്കുന്നത്. മുഖ്യമന്ത്രിയായി VD സതീശൻ അധികാരമേൽക്കുകയുണ്ടായി. ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ചടങ്ങുകളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം VD സതീശനാണ് അധികാരമേറ്റത്. രണ്ടാമത് PK കുഞ്ഞാലിക്കുട്ടിയാണ് അധികാരമേറ്റത്. അതിനുശേഷമാണ് സീനിയർ നേതാവ് രമേശ് ചെന്നിത്തലയും അധികാരമേറ്റത്. ദൈവനാമത്തിലും സഗൗരവവും ഒക്കെ ഇവർ അധികാരമേൽക്കുന്നുണ്ട്. സതീശൻ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായി ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. മന്ത്രിമാരിലെ സീനിയർ മുഖമായ രമേശ് ചെന്നിത്തലയ്ക്ക് മന്ത്രി പദവിയിലെ മൂന്നാം ഊഴമാണ്. രണ്ടാം വട്ടമാണ് ആഭ്യന്തരമന്ത്രി പദവിയിലേക്ക് അദ്ദേഹം എത്തുന്നത്. 2011 ഉമ്മൻചാണ്ടി സർക്കാരിൽ അവസാന ഒരു വർഷം ആഭ്യന്തരമന്ത്രിയായിരുന്നു ചെന്നിത്തല. 86 30-ാം വയസ്സിൽ കരുണാകരൻ സർക്കാരിൽ മന്ത്രി കൂടിയായിരുന്നു രമേശ് ചെന്നിത്തല. കേരളത്തിന്റെ 13-ാം മുഖ്യമന്ത്രിയായി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. മറ്റു മന്ത്രിമാരായി PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, K മുരളീധരൻ, മോൻസ് ജോസഫ്, ഷിബു ബേബി ജോൺ, CP ജോൺ, അനൂപ് ജേക്കബ്, AP അനിൽകുമാർ, ബിന്ദു കൃഷ്ണ, PC വിഷ്ണുദാസ്, TM ലിജു, T സിദ്ദിഖ്, റോജി M ജോൺ, OJ ജനീഷ്, KA തുളസി, PK ബഷീർ, N ഷംഷുദ്ദീൻ, KM ഷാജി, V അബ്ദുൽ ഗഫൂർ എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ മന്ത്രിമാർക്കും കുടുംബത്തിന് ഗവർണറുടെ സൽക്കാരമുണ്ടാകും. തുടർന്ന് ആദ്യ മന്ത്രിസഭായോഗം നടക്കും. വമ്പൻ ജനപ്രിയ തീരുമാനങ്ങൾക്ക് ഇന്ന് സാധ്യതയുണ്ട്. ആശാപ്രവർത്തകരുടെ ഓണറേറിയം കൂടും. കൊച്ചി മതിലയിൽ സംസ്ഥാനത്താകെ ഇന്ദിരാ ക്യാൻറ്റീൻ ഉണ്ടാകും. KSRTC സ്ത്രീകളുടെ സൗജന്യ യാത്രയുണ്ടാകും എന്നതടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും വലിയ ആകാംക്ഷയോടെ കേരളം കാത്തിരിക്കുകയാണ്. എന്തായാലും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഏറ്റവും ശ്രദ്ധേയം വന്ദേ മാതരം പാടിക്കൊണ്ടാണ് ഇത്തവണ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് തുടക്കമായത്. ഗവർണർ വേദിയിലുണ്ടായിരുന്നു. മാത്രമല്ല ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചടങ്ങിനുണ്ട്. പ്രിയങ്ക ഗാന്ധി എത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എത്തിയിട്ടുണ്ട്. മാത്രമല്ല MV ഗോവിന്ദൻ എത്തിയിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ എത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ നേതാക്കളെല്ലാം ഈ ഒരു വേദിയിൽ നിൽക്കുന്ന കാഴ്ചയൊക്കെ കാണുകയുണ്ടായി. അതേസമയം VDS ക്യാബിനറ്റിൽ സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തത് 2 പേരാണ്. ഇടതുമൂല്യങ്ങൾ കൈവിടാതെ CP ജോണും ഷിബു ബേബി ജോണുമാണ് സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തത്. UDF മന്ത്രിസഭയിൽ 2 പേർ, അതായത് ഇത്രയും മന്ത്രിമാരുള്ള 2 പേർ മാത്രമാണ് സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്തത്. RSPയുടെ ഷിബു ബേബി ജോണും CMPയുടെ CP ജോണുമാണ് സഗൗരവം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മറ്റു മന്ത്രിമാരെല്ലാവരും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സഗൗരവം എന്നാൽ മലയാള ഭാഷാ നിയമപ്രകാരം ഗൗരവത്തോടുകൂടി എന്നാണ് അർത്ഥം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാമത്തെ സർക്കാരിന്റെ സത്യപ്രതിജ്ഞയിൽ 6 പേർ ദൈവനാമത്തിലും മറ്റുള്ളവർ സഗൗരവവുമാണ് സത്യപ്രതിജ്ഞ ചെയ്തിരുന്നത്. എന്തായാലും വലിയൊരു തിരക്കാണ് ഈ സെൻട്രൽ സ്റ്റേഡിയത്തിൽ കാണാൻ സാധിക്കുന്നത്. സീറ്റ് പോലും ഇല്ലാതെ ജനക്കൂട്ടം തിങ്ങി നിരങ്ങുന്ന കാഴ്ച കാണുവാൻ സാധിക്കുന്നുണ്ട്. സത്യപ്രതിജ്ഞ വേദിയിലും വലിയ തിരക്കുണ്ട്. പതിറ്റാണ്ടിന് ശേഷമാണ് UDF അധികാരത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. അതിൻ്റെ ആവേശത്തിൽ 10,000-കണക്കിന് പ്രവർത്തകർ ഒഴുകിയെത്തി. ഇതോടെ തലസ്ഥാനത്തെ സത്യപ്രതിജ്ഞ അനിയന്ത്രിതമാകുന്ന സാഹചര്യമുണ്ടായി. നിയുക്ത MLA-മാർക്കും പ്രമുഖ പാർട്ടി നേതാക്കൾക്കും പോലും വേദിയിൽ ഇരിപ്പിടം കിട്ടാത്ത വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകുകയുണ്ടായി. മാത്രമല്ല VIP-കൾക്കായി പ്രത്യേകം തരംതിരിച്ച മുൻനിരകളിലേക്ക് പ്രവർത്തകർ കൂട്ടത്തോടെ ഇരച്ചു കയറി ഇരിപ്പിടങ്ങൾ കൈക്കലാക്കുന്ന സാഹചര്യമുണ്ടായി. മുൻനിരയിലെ തിരക്കൊഴിവാക്കാനും നേതാക്കൾക്ക് വഴിയൊരുക്കാനും പോലീസ് കനത്ത ശ്രമം നടത്തിയിരുന്നു. അനിയന്ത്രിതമായ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പാടുപെടുകയുണ്ടായി. VD സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്ന ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകളാണ് സ്റ്റേഡിയത്തിലെ പരിസരത്തുമായി തടിച്ചുകൂടിയത്. തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് വലിയ രീതിയിൽ കഷ്ടപ്പെടുന്ന കാഴ്ചയൊക്കെ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്നും വരുന്നുണ്ട്. ഇതിൽ സത്യപ്രതിജ്ഞാ ചടങ്ങുകളൊക്കെ പുരോഗമിക്കുകയാണ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. പിന്നാലെ 20ഓളം മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുകയാണ്. വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ഇനി അടുത്ത 5 വർഷം നമ്മളെ ആര് ഭരിക്കുമെന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായിരിക്കുകയാണ്. UDF സർക്കാർ അധികാരമേറ്റിരിക്കുകയാണ്. നേരത്തെ മന്ത്രിമാരും മാത്രം വേദിയിലിരുന്നാൽ മതിയെന്നൊരു നിർദ്ദേശം ലോക്ഭവനിൽ നിന്നുണ്ടായിരുന്നു. എന്നാൽ മുഖ്യമന്ത്രി ലോക്ഭവനുമായി സംസാരിച്ചതിനെ തുടർന്നാണ് നേതാക്കൾക്ക് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ തന്നെ MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ വേദിയിലുണ്ട്. ഇവർക്കെല്ലാം ഇരിക്കാൻ സാധിച്ചത് മുഖ്യമന്ത്രി ലോക്ഭവനുമായി സംസാരിച്ച് അത്തരത്തിലൊരു പ്രതിപക്ഷത്ത് നിന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയിരുന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എത്തിയിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം എത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ക്ഷണപ്രകാരമാണ് പ്രതിപക്ഷ നേതാക്കൾ എത്തിയത്. എന്തായാലും സത്യപ്രതിജ്ഞ ചെയ്ത് UDF സർക്കാർ അധികാരമേറ്റിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഉടൻ തന്നെ എത്തുന്നതായിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.